യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിനു മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായെന്ന് കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനിൽ നിന്നാണ്. അവളെ നീ എന്തോ ചെയ്തോണ്ടിരിക്കുക? ഒന്ന് ഉറക്കെ വായിച്ചേ. ഞാൻ ഉറക്കെ വായിക്കുന്ന വല്യപ്പച്ച. എന്തോ ഉറക്കെ വായിക്കുന്നേ? ഉറങ്ങാൻ പോവാണെന്നോ? മോളെ, നിന്റെ ശീലമൊന്നും തെറ്റിക്കണ്ട. ദേ, വേദപുസ്തകം വായിച്ച് പാട്ടുപാടി പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങിയാ മതി. അയ്യോ എന്റെ വല്യപ്പച്ച, ഇത് കേട്ടോ? ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടുമെന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. എന്തോ ഒന്ന് വിളിക്കപ്പെടുവെന്നാ? ഇമ്മാനുവേൽ. എന്തോ? ഇമ്മാനുവേൽ. വലിയ ഷൗട്ടിംഗ് ഒന്നും വേണ്ട കേട്ടോ. കേറൊന്നും വേണ്ട, എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. പതുക്കെ വായിച്ചാ മതി. വായിച്ചേ. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തന്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ... എന്തോന്നാ നീ മന്ത്രിക്കുന്നത്? കുറച്ച് വായിക്കാൻ ഞാൻ പറഞ്ഞില്ലേ? ഇന്നത്തെ പിള്ളേരുടെ കാര്യമൊക്കെ വായിര് മോളെ. പോയോ? സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധനാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മോട്ടവും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നുവല്ലോ. ആമീൻ. കുഞ്ഞിന് വേറെ പണിയൊന്നുമില്ലേ? ചെവിയും കേൾക്കയില്ല, കണ്ണും കാണുകയല്ല. ശരിയാ. അതുകൊണ്ട് വെല്ലുപ്പിച്ചത് നോക്കാൻ ചേച്ചി ഇവിടെ നിർത്തിയിരിക്കുന്നത്. ആയുസുണ്ടെങ്കിൽ എന്റെയും ചേച്ചിയുടെ അവസ്ഥ ഇത് തന്നെ. ചിന്നിമോളെ, നീ ഏതാ? മറിയ വെല്ലുപ്പിച്ച. ഏലിയുടെ മോള്. ഏലിയുടെ മോളാ മറിയ. ഏലി, അവള് നല്ലവളായിരുന്നു. നിങ്ങൾ സംസാരിച്ചു. എന്ത് പറ്റി വല്യപ്പച്ച? വല്യപ്പച്ച, വല്യപ്പച്ചന്റെ ചിന്നുമോളാണ്. എന്ത് പറ്റി വല്യപ്പച്ച? മുട്ടുവേദനയാണോ? മുട്ടുവേദനയാ. ഇങ്ങനെ കിടക്കുമ്പോ നല്ല സുഖമാ. ഞാൻ തിരുമ്മി തരാം വല്യപ്പച്ച.
വേദന കുറവുണ്ടോ വല്യപ്പച്ച? വർക്കിച്ചായ, അമേരിക്കയിൽ നിന്ന് ഫോൺ വന്നിരുന്നു. നാളെ ഡാഡി എത്തും. എയർപോർട്ടിലേക്ക് വണ്ടി അയക്കാൻ മറക്കരുത്. ഓ ശരി മോളെ. ശരി. വല്യപ്പച്ച, ഡാഡി എത്തി. ഡാഡി വന്നു. എത്തിയോ മോളെ? ഡാഡി, അപ്പച്ച, ആരാ മോനെ? മനസ്സിലായില്ല. ആരാ ആരാ മോളെ ഇത്? ജോസൂട്ടിയാ. വല്യപ്പച്ചന്റെ മോൻ ജോസൂട്ടി, എന്റെ ഡാഡി. ഓ, ജോസൂട്ടി. എന്റെ മകൻ ഈ മുറ്റത്ത് അവൻ ഓടിക്കളിച്ചു. ഇവിടുന്ന് അവൻ പള്ളിക്കൂടത്തിൽ പോയി. ഇപ്പോ എവിടെയോ പോയി. എന്താ മറിയ, സുഖമാണോ? ഓ എന്ത് സുഖം. ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ വല്ല മാർഗം ഉണ്ടോ നോക്കുക. ചിലപ്പോ മുറ്റതിരുന്ന് തൂറും, ചിലപ്പോ വരാന്തിരുന്ന് തൂറും. ഞാൻ മടുത്തു. അവക്ക് അഹങ്കാരമാ. 4 നേരവും തിന്ന് എല്ലിന്റെ ഇടയിൽ കയറിയ എന്റെ അഹങ്കാരം. ജോസൂട്ടി. വാ പച്ച. എങ്ങോട്ടാ? വാ, നമുക്ക് വീട്ടിലോട്ട് പോവാം. നിന്നെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ന്യൂയോർക്കിലെ സെന്റ് ജോൺസ് യൂണിവേഴ്സിറ്റിയിൽ ഹയർ സ്റ്റഡീസിന് തരമാക്കിയിട്ടുണ്ട്. ഡാഡി ഓരോ വെക്കേഷൻ വരുമ്പോഴും ഞാനിത് ആവർത്തിക്കാറുണ്ട്. വല്യപ്പച്ചനെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല. എന്റെ സാമീപ്യം, എന്റെ ശബ്ദം, അത് മാത്രമേ വല്യപ്പച്ചന് ആശ്വാസമായിട്ടുള്ളൂ. വല്യപ്പച്ചന്റെ കണ്ണടഞ്ഞാൽ പോലും വല്യപ്പച്ചന്റെ ഗന്ധമുള്ള ഈ വീട്ടിൽ നിന്ന് എനിക്ക് എങ്ങോട്ടും വരാൻ കഴിയില്ല. മോള് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേ. നിന്റെ മൂത്ത 2 പേർ അമേരിക്കയിൽ പഠിക്കുന്നു. നാളെ അവർ അമേരിക്കയിൽ നല്ല നിലയിൽ എത്തുമ്പോൾ നിന്റെ അവസ്ഥ എന്തായിരിക്കും? അവർ വിവാഹം ചെയ്ത് മക്കളായി ജീവിക്കുമ്പോൾ നീ അവർക്കൊരു ബാധ്യതയായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് സഹോദരന്മാരും മക്കളും എല്ലാം ഒരു പരസ്പര ബാധ്യതയാണെന്നാ. ഇപ്പൊ ഡാഡിയുടെ അപ്പച്ചനൊരു ബാധ്യതയായില്ലേ? മോളെ, ഞാൻ ഉദ്ദേശിച്ചത്. സോറി ഡാഡി, എനിക്ക് വല്യപ്പച്ചനെ പിരിഞ്ഞു വരാൻ വയ്യ.
ജോസൂട്ടി അപ്പച്ച. ഏ ജോസൂട്ടിയാ. ജോസൂട്ടിയാ. ആ ആ എന്റെ മോൻ ജോസൂട്ടി. വല്യപ്പച്ചനെ രാവിലെ വൈകിട്ട് നടത്തിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നെ. വാ വല്യപ്പച്ച. നീ എവിടെ നിന്നേ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. നാളെ ഉച്ചയ്ക്ക് നെടുമ്പാശ്ശേരിയിൽ നിന്നും നമ്മൾ രണ്ടുപേരും ഫ്ലൈ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ ഡാഡി, ഞാനില്ല. നീ വല്യപ്പച്ചനെ സ്നേഹം കൊണ്ട് ഉപദ്രവിക്കുക. അപ്പച്ചനെ പോലെ പ്രായമുള്ളവരെ നോക്കേണ്ടത് പ്രൊഫഷണൽസാ. ഞാൻ വരുന്ന വഴി തിരുവനന്തപുരത്ത് ഇറങ്ങി ഒരു വൃദ്ധസദനം കണ്ടു. അടിപൊളി, ഒരു സ്റ്റാർ ഹോട്ടൽ പോലെയുണ്ട്. അവിടെ നമുക്ക് വല്യപ്പച്ചനെ കൊണ്ടാക്കാം. അവിടെ ചെല്ലുമ്പോൾ ആയമാരുണ്ട്, നേഴ്സുമാരുണ്ട്, വെളിപ്പുറത്ത് ഡോക്ടേഴ്സും ഉണ്ട്. ഡാഡി പ്ലീസ്. അപ്പച്ചൻ ഇന്ന് ഛർദ്ദിച്ചു. ആ സെർവന്റ് അപ്പച്ചനെ ചീത്ത പറഞ്ഞു. അന്യ ഒരാളുടെ മലവും മൂത്രം എടുക്കാൻ ആർക്കാണ് ഇഷ്ടം? പ്രൊഫഷണൽസ് ആകുമ്പോൾ അത് അവർ ചെയ്തുകൊള്ളും. അമേരിക്കയിൽ പോയില്ലെങ്കിലും നിനക്ക് ഹയർ സ്റ്റഡീസിന് പോണ്ടേ? അപ്പോൾ നിന്റെ വല്യപ്പച്ചനെ ആര് നോക്കും? നീ പഠിക്കാതിരുന്നാൽ അപ്പച്ചന്റെ കാലശേഷം നീ എന്ത് ചെയ്യും? ഇത് വല്യപ്പച്ചന്റെ വീടാ. ഒരു ഓൾഡ് ഏജ് ഹോമിൽ അന്യനെ പോലെ സ്വാതന്ത്ര്യമില്ലാതെ നിസ്സഹായനായി. എനിക്കത് ഓർക്കാൻ പോലും വയ്യ ഡാഡി. മോളെ, നിന്നെയും കൂട്ടി അമേരിക്ക ചെന്നില്ലെങ്കിൽ ഞരമ്പ് മുറിച്ച് മരിക്കുമെന്നാണ് നിന്റെ മമ്മി പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന നിന്റെ മമ്മി. മൂക്കിൽ പഞ്ഞി വെച്ച് നമ്മുടെ ഡ്രോയിങ് റൂമിൽ നിന്റെ മമ്മി കിടക്കുന്നതിനെ കാണണോ? ഡാഡി പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. നീ ആലോചിക്കേ, വല്യപ്പച്ചനെ ഓൾഡ് ഏജ് ഹോമിലാക്കിയാൽ 1-2 മാസം കൂടി ഇരിക്കുമ്പോൾ നിനക്ക് വന്ന് കാണാം. അല്ലെങ്കിൽ സർവനാശം. അപ്പച്ചന് ഓർമ്മയില്ല. ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും എല്ലാം ഒരുപോലെയാ. സ്ഥലമോ വീടോ വേണ്ടപ്പെട്ടവരോ ഒന്നും തിരിച്ചറിയത്തില്ല. എന്നെ തിരിച്ചറിയുന്നില്ലേ? വല്യപ്പച്ചൻ അത്രമാത്രം എന്നെ സ്നേഹിക്കുന്നോണ്ട് എന്നെ മറക്കാത്തത്. ഓൾഡ് ഏജ് ഹോമിൽ ഞാനൊരു കോട്ടേജ് വാങ്ങിക്കാം. 25 ലക്ഷം രൂപ കൊടുക്കണം. സാരമില്ല, എന്റെ മോടെ സന്തോഷത്തിനല്ലേ. അവിടെ അപ്പച്ചൻ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന പോലെ താമസിക്കും. ആരും ഒന്നും പറയല. നമുക്ക് സ്വന്തമായി ഒരു ഹോം നേഴ്സിനെ വയ്ക്കാം. മോള് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. ജോസൂട്ടില്ലേ? ഉണ്ടല്ലോ, അകത്തേക്കിരിക്കാം. ഹലോ, ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുക. താങ്കളുടെ ഫോൺ കിട്ടിയ ഉടനെ ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടു. താങ്കളുടെ ആവശ്യമനുസരിച്ച് സെപ്പറേറ്റ് കോട്ടേജ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 25 lakhs ആണ് റേറ്റ്. പേയ്മെന്റ് മോഡ് അറിയാമായിരുന്നെങ്കിൽ ലീഗലായിട്ട് പേപ്പേഴ്സ് നിൽക്കാമായിരുന്നു. ഞാൻ ചെക്ക് തരാം. NRI അക്കൗണ്ടാ, കറക്റ്റായിട്ട് മാറിക്കോളും. ഓക്കെ സർ. ആ, മോൾക്കായിരുന്നു ടെൻഷൻ. അവക്ക് വല്യപ്പച്ചൻ എന്ന് പറഞ്ഞ ജീവന്. മോൾക്ക് ഒരു ടെൻഷൻ വേണ്ട. ഈ വീട്ടിൽ കഴിയുന്ന പോലെ വല്യപ്പച്ചൻ അവിടെയും കഴിയും. 1 minute, ഞാൻ ചെക്ക് എടുത്തോണ്ട് വരാം. ഓക്കെ സർ. കേട്ടോ മോളെ, ഇവിടത്തേക്കാൾ സൗകര്യം അവിടെ ഉണ്ട്. ഡോക്ടേഴ്സ്, ആയമാര്, നേഴ്സുമാര് എല്ലാവരും ഉണ്ട്. എല്ലാരും ഉണ്ട്. പക്ഷെ എന്റെ വല്യപ്പച്ചന് ഞാനവിടെ ഇല്ലല്ലോ. താങ്ക് യു സർ. ഓക്കെ, ഞാൻ വരട്ടെ. ഞാൻ വിളിക്കാം. വല്യപ്പച്ച, മോള് എന്തിനാ ഈ കരയുന്നേ? നാളെ ഡാഡിയുടെ ഒപ്പം ഞാൻ അമേരിക്കയ്ക്ക് പോവാ. ഞാൻ അമേരിക്കയ്ക്ക് പോവാ വല്യപ്പച്ച.
അപ്പച്ച, എന്തുവാ? ഞങ്ങളിന്ന് പോവാ. ആ ആ ആ ഞങ്ങള് പോവാ അപ്പച്ച. അപ്പച്ച, വാ. ഞാൻ പോവാ. നീ ആരാ മോളെ? അപ്പച്ച, അപ്പച്ചന്റെ സിനിമകളല്ലേ അപ്പച്ച? കുഞ്ഞേ, നീ ഏതാ? അപ്പച്ച, 2 ദിവസത്തിനുള്ളിൽ അപ്പച്ചനെ കൊണ്ടുപോകാൻ ആള് വരും. ശ്രീകുമാർ കൂടി കൂട്ടത്തിൽ പോണം. തീർച്ചയായും 2 ആഴ്ച കൂടുമ്പോ ഞാൻ പോയി വല്ലപ്പച്ചനെ കണ്ടോളാം. ആ, പണം വർക്കിച്ചാനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചെന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അയച്ചു തരാം. അതൊന്നും ഓർത്ത് അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. അച്ഛൻ ധൈര്യമായിട്ട് പോയിക്കോ, എല്ലാം ഞാൻ ഏറ്റു. ആ, പിന്നെ ഈ വീട് വിൽക്കുന്ന കാര്യം കൂടി നീ ഒന്ന് ശരിയാക്കണം. ആ, ധൃതി വെച്ചാൽ ഒന്നും ശരിയാവത്തില്ലെന്ന്. എല്ലാം ഞാൻ വേണ്ട പോലെ ചെയ്തോളാന്ന് പറഞ്ഞില്ലേ അച്ഛൻ? ചെല്ല്. ഫ്ലൈറ്റിന് സമയമായല്ലോ. മോളെ, നീ എവിടെയാ? ഞാനില്ല. എന്റെ അപ്പച്ചനെ കണ്ട് ഞാൻ എങ്ങോട്ടേ ഇല്ല. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്ത് പിടിച്ചു. എന്നെ പോലും തിരിച്ചറിയാത്ത എന്റെ വലിപ്പച്ചനെ വിട്ടിട്ട് വരാൻ എനിക്കാവില്ല. അത് നിന്റെ പ്രായത്തിന്റെയാ. ദിനങ്ങൾ എണ്ണി കഴിയുന്ന അപ്പച്ചന് വേണ്ടി നീ നിന്റെ ഭാവി കളയരുത്. പണത്തിന്റെ വില നിനക്കറിയില്ല. ഇല്ല, പക്ഷെ വലിപ്പച്ചന്റെ വില അതെനിക്കറിയാം. ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ 25 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങി കോട്ടേജ്. അതെന്ത് ചെയ്യും? അതോർത്ത് ഡാഡി വിഷമിക്കണ്ട. ഡാഡിക്കും പ്രായവരിയല്ലേ, അത് ഡാഡിക്ക് ഉപകരിക്കും. മോളെ, മോളെ, നീ എന്തായി പറഞ്ഞത്? നിന്റെ ഡാഡി? അപ്പച്ച, അപ്പച്ചന്റെ ഈ ഭാഗ്യം, അത് മാത്രം മതി എന്റെ അന്ത്യനാളുകളിൽ. അപ്പച്ച, ഞാൻ ഇനി അപ്പച്ചന്റെ കൂടെ ഉണ്ട്. പാപ്പച്ച. കുഞ്ഞേതാ?